എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലോട്ടാണ്. ആദ്യം തന്നെ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. എല്ലാവരും കണ്ട് ഈ യാത്രകളിൽ പോകുമ്പം ഭൂരിപക്ഷം ആൾക്കാരും കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. റോഡിനോട് അരികെ ചേർന്നാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ട് ഈ മൗണ്ടനും കയറി മുകളിലോട്ട് വരുമ്പം, മല കയറി മുകളിലോട്ട് വരുമ്പം ഒരു പ്രത്യേക വൈബാണ്. ഒരു ചെറിയ തണുത്ത കാറ്റും ആകെ നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നോർമൽ എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഈ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളാരായാലും വണ്ടി നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ വാഗമണിൻ്റെ മൗണ്ടനൊക്കെ കയറി ഞങ്ങൾ മുകളിൽ എത്താറായപ്പോഴാണ് ഭയങ്കര കാറ്റുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് വെതർ കണ്ടീഷൻ കുറച്ച് മോശമാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അഡ്വഞ്ചർ പാർക്കിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. നമുക്ക് അടുത്ത് കാണാനുള്ളത് അഡ്വഞ്ചർ പാർക്കാണ്. അഡ്വഞ്ചർ പാർക്കിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് ആ പ്രവേശന കവാടത്തിൻ്റെ അടുത്തായപ്പം അവിടെ റൂട്ട് തിരിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് വേറെ റൂട്ട് എടുത്ത് ഇപ്പുറത്താണ് ഇപ്പം പ്രവേശനം നടത്തുന്നത്. അവിടെ കാറുകൾക്ക് സെപ്പറേറ്റ് ഫീസാണ്, പിന്നെ എൻട്രി ഫീസ് ഉണ്ട്. ഇതൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇപ്പം അഡ്വഞ്ചർ പാർക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അഡ്വഞ്ചർ പാർക്കിൽ ഇപ്പം മെയിൻ ഹൈലൈറ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് കാണാനാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടുതലും വരുന്നത്. ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത്, കുറേ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, പിന്നെ ഏറ്റവും വലുത് പാരാഗ്ലൈഡിങ് ഉണ്ട് ഇവിടെ. പക്ഷേ ഞങ്ങൾ വന്ന് ഇപ്പം ഭയങ്കര ആദ്യമേ തുടക്കത്തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ നല്ല കാറ്റാണ്. പക്ഷെ ഞങ്ങൾക്കറിയില്ല, നിങ്ങളാരെങ്കിലും വരുമ്പം നമ്മുടെ വെതർ കണ്ടീഷൻ നോക്കിയിട്ട് ഇങ്ങനെയുള്ള പാർക്കിലോട്ട് വരാവൂ. ഇന്ന് വന്നപ്പം പല റൈഡുകളും ഇന്ന് ഇവിടെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കരമായ കാറ്റ് കാരണം. ഇന്ന് ആ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി സൈക്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ് അവർ, ഭയങ്കരമായ കാറ്റ് കാരണം. അപ്പോൾ നിങ്ങളിനും വരുമ്പം വെതർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ടാണ്. പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എല്ലാം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരാൾക്ക് 250 രൂപ വെച്ചാണ് മേടിക്കുന്നത്. ഇവിടെ നല്ല ക്യൂ ആണ്. ഏകദേശം ഒരു 10-15 പേരെ വെച്ച് മുന്നോട്ട് കയറ്റി വിടുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ക്യൂവിലോട്ട് കയറുകയാണ് ഇപ്പോൾ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഗ്ലാസ് ബ്രിഡ്ജ് കയറുമ്പോൾ ഷൂ നമ്മളിട്ടേക്കും ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഊരി വെച്ചിരിക്കണം. അതിനുശേഷം 10-15 പേരെ ഒരു കൂട്ടമായിട്ടേ വിടത്തുള്ളൂ. അവർ വന്നതിന് ശേഷമേ അടുത്ത ഒരു ബാച്ചിനെ വിടത്തുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ മുന്നോട്ട് നടക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നടുവിലൂടെ നടക്കുകയാണ്. ആദ്യം മുമ്പേ പോയവർ തിരിച്ചു വരുന്നുണ്ട് റിട്ടേണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിലോട്ട് നോക്കുവാണെങ്കിൽ പേടി തോന്നുന്ന കാര്യങ്ങളൊന്നുമില്ല. ചിലർ കുട്ടികൾക്കൊക്കെ പേടി തോന്നാം. ഒരു ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്. അത്ര വലിയ ലെങ്തി ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നുമല്ല. ബ്രിഡ്ജിൻ്റെ എൻഡിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഈ എഡ്ജ് വന്ന് നിന്നിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ആ മലകളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കണ്ണത്ത ദൂരത്ത് മലകൾ ഇങ്ങനെ കടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു 2 വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജും 2 വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 2 ടവറുകളാണ് ഈ നിൽക്കുന്നത്. അപ്പുറത്തൊരു ടവർ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രലിൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ടവറിൻ്റെ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ മൊട്ടക്കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കോടയൊക്കെയാണെങ്കിൽ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ വന്ന ടൈം കുറച്ച് ബാഡ് കണ്ടീഷൻ ആണെങ്കിലും കാറ്റ് കാരണം പല അഡ്വഞ്ചർ റൈഡുകളും നടത്തുന്നില്ല അവർ. എന്നിരുന്നാലും സ്കൈ നല്ല ക്ലിയർ, ആകാശം നല്ല ക്ലിയർ ആയതുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായ കാറ്റ് കാരണം റോപ്പ് സൈക്ലിംഗ് ഒക്കെയാണെന്ന് തോന്നുന്നു. എല്ലാം പാർക്ക് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഒന്നും നടത്തുന്നില്ല അവർ. അങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല ഈ കാഴ്ചകളൊന്നും. പിന്നെ വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഈ മനോഹരമായ ദൃശ്യങ്ങൾ ഇതിൻ്റെ എവിടെ നോക്കിയാലും വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഏത് സൈഡിലോട്ട് നടക്കണമെന്ന് ഇപ്പോൾ ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. ഈ കാണുന്ന റോഡ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോയ വഴികളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. അവിടെ കുറച്ച് നമ്മുടെ വെള്ളമൊക്കെ കെട്ടി നിറയെ ചെറിയൊരു ചെക്ക് ഡാം പോലാണെന്ന് തോന്നുന്നു ഒരു സ്ഥലം കണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ അതിനെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനിയൊരു പുതിയൊരു ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഉടനെ. അപ്പോൾ അതിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.